ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ റൂമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ മാസത്തിലെല്ലാം എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു 2 മാസം കൊണ്ട് അങ്ങനെ വലുതായിട്ട് ഒന്ന് ഒതുക്കി വയ്ക്കുകയോ ചിട്ടയാക്കി വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ റൂമാണ്. എനിക്ക് തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല. പക്ഷേ ഇന്നൊരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ ഞാൻ വിൻഡോ എല്ലാം തുറന്നിട്ടു. കാരണം കൂടുതലായിട്ടും ഈ പൊടി അടിക്കുന്നതോറും എനിക്ക് ഈ തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തേയില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ അത് ചെയ്തു. പിന്നെ എൻ്റെ ടീപ്പോയുടെ പുറത്ത് ഒത്തിരി കളക്ഷൻ ഞാൻ ഈ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടിങ്ങനെ ടീപ്പോയിലിടും. പിന്നെ എൻ്റെ നെയിലിൻ്റെ നെയിൽ പോളിഷ് അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ എൻ്റെ ടീപ്പോയുടെ പുറത്തായിരിക്കുന്നു ഇടുന്നത്. പിന്നെ അതുമാത്രമല്ല, എനിക്ക് ഡയറി കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്രേക്കാണ്. അപ്പോൾ അതേപോലെ ഞാൻ ഇഷ്ടം പോലെ ഡയറി കളക്ഷൻസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വീഡിയോയിൽ എൻ്റെ ഡയറി കളക്ഷൻസൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. ആരും മിസ് ചെയ്യരുത്, അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നതാണ്. അങ്ങനെ എൻ്റെ ടെഡി ബിയറെല്ലാം വലിച്ചു വാരിയായിട്ടിരിക്കുമായിരുന്നു. സോ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു വിഷമം തോന്നി, കാരണം എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ അതുപോലെ തന്നെ പിസ്ത ഷെല്ലിലുള്ള ബോട്ടിൽ ആർട്ട്, അങ്ങനെ പല രീതിയിലുള്ള ക്രാഫ്റ്റുകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്തായാലും എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് ഒരു ക്രൈസ് തോന്നുക, എന്തെങ്കിലും ചെയ്താലോ എന്ന രീതിയിലാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വേറെ, ഞാൻ സ്വന്തമായിട്ടാണ് എടുക്കുന്നത്. ചില സമയത്തൊക്കെ ഞാൻ ക്യാമറ ശരിയായിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ചരിഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കും. നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് പിന്നെ കുറേ ഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ വല്ല വലിച്ചു വാരിയിട്ടിരുന്നു. അപ്പോൾ അതെല്ലാം അടുക്കി ചിട്ടയാക്കിയിടണമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ക്ലീനിങ് തുടങ്ങി. അങ്ങനെ തൂത്ത് ഉറക്കി എല്ലാം തുടച്ച് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഗൈസ്, നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രമാത്രം പൊടി എങ്ങനെയായിരിക്കും വന്നതെന്ന്. എനിക്കും അറിയില്ല. പക്ഷേ ഞാൻ ഡെയിലി തൂക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചാർട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആ ഡസ്റ്റ്ബിന്നിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, കൂടുതലായിട്ട് കാർഡ്ബോർഡും പേപ്പറും പിന്നെ കട്ടിങ് പേപ്പേഴ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാനാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ അടിച്ച് വാരി എല്ലാം ഞാൻ കുറേ വീഡിയോ സ്കിപ്പ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഈ മൺപൊടി കൂടുതലായിട്ട് എനിക്ക് എടുക്കും തോറും എനിക്ക് തുമ്മലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് വീഡിയോസൊന്നും കാണാൻ കഴിയാത്തത്. പിന്നെ ഞാനെല്ലാം തുടച്ചു ഒക്കെ എല്ലാം ഭംഗിയാക്കി, തറയൊക്കെ വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കി. നല്ല മണമുള്ള ലോഷനാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ അത്രത്തോളം നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഡെയിലി ഇപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്, ക്ലിപ്സ്, പിന്നെ ബ്രേസ്ലെറ്റ്, പിന്നെ ഹെയർ ക്ലിപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാനത് കൂടുതൽ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.
ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ അനിയത്തി ചെയ്യുന്ന ബ്രേസ്ലെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രേസ്ലെറ്റ് ഇതേപോലെയുള്ള കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കോൺടാക്റ്റ് നമ്പറും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ബോക്സിനകത്ത് എന്താണെന്ന്, ഇതുവരെയും ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇതിനകത്ത് വേറെ ഒന്നുമല്ല, എൻ്റെ ഇയറിങ് കളക്ഷൻസ്, ചെയിൻ, പിന്നെ ആൻറ്റി ട്രാഷ്ഡ് ഓർണമെൻറ്റ്സ്, അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസ് മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്പ്രേ സെറം, പിന്നെ ഹെയർ ഓയിൽ, അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് കണ്ടിട്ട് കുറച്ചല്ല എന്ന്. ഇതെൻ്റെ പിസ്ത ബോട്ടിൽ ആർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്രേസ് തോന്നിയിട്ട് ഞാൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്ത പിസ്ത ആർട്ടിലെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾ കാണും. അത് ഞാൻ വോളിലൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഡയറി കളക്ഷൻസ്, അതിൽ ഞാൻ കുറേ ഡയറി കളക്ഷൻസൊക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാതെ ഇരിക്കുന്നത് കാണും. അത് എന്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അണ്ണന് ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നത്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊക്കെ തന്നതാണ്. അപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ അനുവദിക്കുന്നില്ല, ചില സമയത്ത് അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെഴുതണം എന്നൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെൻ്റെ ഓർമ്മയായിട്ടാണ് ഇപ്പോഴും വെച്ചത്. പിന്നെ ചേട്ടൻ്റെ കുറച്ച് ഷർട്ടുകൾ, പിന്നെ ടീഷർട്ടുകൾ, പാൻസ്, അങ്ങനെ എക്സെട്ര എല്ലാം കൂടിയിട്ട് അടുക്കി പറക്കി വെച്ചു. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ ഹാൻഡ് ബാഗ് കളക്ഷൻസാണ്. 1, 2, 3 ഒന്നല്ല, കുറച്ച് കൂടുതലുണ്ട്. കാരണം ഞാൻ ഒത്തിരി ബാഗ് കളക്ഷൻസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡ്രസ് കോഡിനനുസരിച്ച് ഇങ്ങനെ ബാഗുകൾ അല്ലെങ്കിൽ ഹാൻഡ് ബാഗ്സൊക്കെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയും, നീ എന്തിനാണ് ഇത്രത്തോളം വാരി കൂട്ടുന്നത്, നിനക്കില്ലേ? ഞാൻ പറയും, ഇല്ല, എനിക്ക് ആ ഡ്രസ്സിന് ചേരുന്നില്ല, ഈ ഡ്രസ്സിന് ചേരുന്നില്ല എന്ന് പറഞ്ഞ് ചേട്ടാ ഇതുപോലെ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്. സോ എന്നാലും ഞാൻ പറയും, ചേട്ടാ ഒന്ന് വാങ്ങിത്താ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്കും അല്ലാത്ത യാത്ര ടൂറിനൊക്കെ പോകുമ്പോൾ ഞാനും വാങ്ങി കൂട്ടിയതാണ്. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റും ഉണ്ട് ഇതിൽ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാഗാണ്. ബാഗ് അമ്മ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബാഗാണ്. എനിക്ക് അങ്ങനെ കളയാനും തോന്നുന്നില്ല, എടുത്ത് വയ്ക്കാനും തോന്നുന്നില്ല, അത്രത്തോളം അത് ഡാമേജ്ഡ് ആയി. സോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തങ്ങ് കളഞ്ഞു. പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്താ പറയുക, കട്ടിനടിയിലേക്ക് പാക്ക് ചെയ്തെല്ലാം തള്ളി വെച്ചു. പിന്നെ കുറച്ച് എൻ്റെ ടെഡി ബിയേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം വെച്ചു. പിന്നെ വാളിലൊക്കെ എൻ്റെ ക്രാഫ്റ്റിൻ്റെയൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചു. ലാസ്റ്റ് നിങ്ങൾക്ക് അതിനെ കാണിച്ചു തരുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫൈനൽ റൂമിൻ്റെ ലുക്ക് നമുക്ക് കാണാം. എങ്ങനെയുണ്ടെന്ന് പറയൂ. Só rolê bom, ela chega e desencana com passo bem passo bem passo bem na festa do fim de semana.